നമ്മളെല്ലാവരും ഇന്നൊരു വാർത്ത കേട്ടു. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ആയിഷ റഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത. മംഗലാപുരത്തൊരു കോളേജിൽ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. വെറും 21 വയസ്സും മാത്രമേ ആ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ. ആ പെൺകുട്ടിയെ കോഴിക്കോട് എരിഞ്ഞിപ്പാലത്ത് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ, ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് പോലീസ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായിട്ടുള്ള ബഷീറുദ്ദീൻ, ആ വ്യക്തിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. ബഷീറുദ്ദീൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. താൻ പുറത്തുനിന്നും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള മൊഴിയാണ് ഈ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി പോലീസിന് നൽകിയത്. ഇന്നലെയാണ് അത്തോളി തൊരായിക്കടവ് സ്വദേശി ആയിഷ റഷ എന്ന 21-കാരിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആയിഷ റഷയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാണ് കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ്റെ മൊഴി. ആശുപത്രിയിൽ എത്തിച്ച ഇയാൾ ഭർത്താവാണെന്ന് ആദ്യം ഡോക്ടർമാരോട് പറഞ്ഞു. പിന്നീട് കാമുകനാണെന്നായിരുന്നു വിശദീകരണം. പേര് മുബഷീറാണെന്നും നുണ പറഞ്ഞു. ഇതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ അറിയിച്ചു. ആയിഷ റഷ ആത്മഹത്യ ചെയ്യില്ല എന്നും ബഷീറുദ്ദീൻ അപായപ്പെടുത്തിയതാണെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടി ആദ്യം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ഈ ബഷീറുദ്ദീനായിരുന്നു. ആദ്യം അവിടെയുള്ള ഡോക്ടർമാരോട് മറ്റും പറഞ്ഞിരുന്നത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഇദ്ദേഹം പറയുകയാണ്, അതെൻ്റെ ഭാര്യയല്ല, നേരെ മറിച്ച് ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷമാണ് ഈ ഒരു വിവരം ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തത്. എന്നാൽ ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കൾ, ആ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടിയല്ല, അവളെ നിരന്തരമായിട്ട് ഇവൻ ഉപദ്രവിക്കാറുണ്ട്, ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ അവൻ്റെ പക്കലുണ്ട്, അതൊക്കെ വെച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതാണ്, ആ പെൺകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തിയതാണ് എന്നടക്കമുള്ള വലിയ ആരോപണങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു വെക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഫോട്ടോകളൊക്കെ ഇവൾക്ക് ഏത് രീതിയിലുള്ള ഫോട്ടോ എന്ന് വ്യക്തമായിട്ടില്ല, അത് കണ്ടെങ്കിലേ മനസ്സിലാവും. ഇവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഒരു ട്രാപ്പിൽ കുടുക്കി എന്തെങ്കിലും നേടുക എന്നതായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക. ഒരിക്കലും ഓള് ചെയ്യില്ല. എന്താ വെച്ചാൽ ഒരു 4 മണിക്കൂർ മുമ്പാണ് എൻ്റെ വൈഫിന് മെസ്സേജും കാര്യങ്ങളും അയച്ചത്. പിന്നെ ഓള് 4 മണിക്കൂർ മുമ്പായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ആക്റ്റീവായിരുന്നു. ഇതിലെ കുറ്റക്കാരൻ മുബഷീറാണ്. മുബഷീർ തന്നെയാണ്, വേറെ ആരും ഡൗട്ട് കാര്യങ്ങളൊന്നുമില്ല, ഈ മുബഷീർ തന്നെ മാത്രമേ ഉള്ളൂ. മരണത്തിന് എന്താ പറയുക, ഓള് 24-ാം തീയതി ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 24-ാം തീയതി എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് മരിക്കാനായിട്ട് എന്താ പറയുക മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ബഷീറുദ്ദീൻ പറയുന്ന ആൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. മരിക്കാനുള്ളൊരു തൻ്റെ ഇടമുള്ള കുട്ടിയല്ല അത്. അവൾ പഠിക്കുക മാത്രമല്ല, ഈ കുട്ടി പഠിക്കുന്നത് തന്നെ ബാങ്ക് ലോണായിട്ടും, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ കുട്ടി പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കലും മാതാപിതാക്കൾക്കൊരു ബാധ്യതയായി ഇവൾ ആത്മഹത്യയിലേക്ക് പോകില്ല. ആത്മഹത്യയിൽ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദം നടിച്ച്, പ്രണയത്തിൻ്റെ സൗഹൃദം നടിച്ച് ഇവളെ വശത്താക്കുകയും ഇവളെ ഫോട്ടോ വരെ എടുത്ത് ഇവളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ് കാണുന്നത്. ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇപ്പോഴും അവർ ഉറപ്പിച്ച് പറഞ്ഞു വെക്കുന്നത് ആ പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനസ്സുള്ള, ആത്മഹത്യ ചെയ്യുന്നൊരു പ്രവണതയുള്ളൊരു പെൺകുട്ടിയല്ല, അവളെ ഉറപ്പായിട്ടും അവൻ കൊന്നതാണ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ആ ബന്ധുക്കൾ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം ഈ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ആ പെൺകുട്ടി നിരന്തരമായി അടിക്കുമെന്നും തല്ലുമെന്നൊക്കെയുള്ള ആരോപണങ്ങളും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കൂ, ഓണാഘോഷത്തിന് ലീവ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടി നാട്ടിലേക്ക് എത്തിയത്. പക്ഷെ നാട്ടിലേക്ക് എത്തിയിട്ടും ഈ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് വന്നില്ല. നേരെ മറിച്ച് പോയത് ഈ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന ആൺ സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പോയ കാര്യം, അതായത് ഈ പെൺകുട്ടി കോഴിക്കോടേക്ക് എത്തിയ കാര്യം പോലും വീട്ടുകാർ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ ഈ മരണപ്പെട്ടു പോയ ഈ പെൺകുട്ടിയുടെ ബന്ധുവിനോട് ഈ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എനിക്കറിയില്ല. ഒരു 2.5 കൊല്ലം മുമ്പ് എനിക്ക് ഇവരെ രണ്ടാളെ ഞാൻ ഒപ്പരം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സാധാരണ താക്കീത് കൊടുത്ത് പോയതാണ്. അങ്ങനെ ആണുള്ളത്. അതായത് 2 കൊല്ലം മുമ്പ് ഈ പെൺകുട്ടിയും ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി പരസ്പരം കണ്ടുമുട്ടിയ ഒരു കാഴ്ച അദ്ദേഹം കണ്ടു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതൊരു താക്കീതായി കൊടുത്തുകൊണ്ട് അതിനെ അവർ വിട്ടുകളയുകയാണ്. നോക്കി, ഇവിടെയാണ് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കളുടെ കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി, ജാഗ്രതയോടുകൂടി അവരുടെ കാര്യങ്ങൾ നോക്കിക്കണ്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഇത്തരം വാർത്തകൾ ദിനംപ്രതി അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
നമുക്കറിയാം, ഇപ്പോൾ നിരന്തരമായി കേൾക്കുന്ന വാർത്തകളാണ് പെൺകുട്ടികളുടെ ആത്മഹത്യകൾ. ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളിൽ അധികവും ഇടം പിടിക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നോക്കൂ, നിങ്ങളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക തന്നെ വേണം. പക്ഷേ അതിര് കവിഞ്ഞുള്ള സ്വാതന്ത്ര്യം, എന്തും ചെയ്യാമെന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മക്കളെ ഓർത്ത് നിങ്ങൾ നാളെ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. അതോടൊപ്പം മാതാപിതാക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പെൺകുട്ടികൾ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതങ്ങൾ. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം, വേറെ ആർക്കും നഷ്ടമില്ല. മാത്രമല്ല, പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ ആത്മഹത്യ എന്ന് പറയുന്നത് വളരെയധികം കർശനമായി നിരോധിച്ച വലിയ ശിക്ഷാർഹമായ ഒരു കാര്യം കൂടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നോക്കിവിടെ മാതാപിതാക്കൾ പോലും അറിയാതെയാണ് ആ പെൺകുട്ടി ഒരു ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ ആ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അവിടെ ജീവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. നോക്കൂ, മാതാപിതാക്കൾ അറിയാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടാനുസരണം നിങ്ങൾ ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്കുണ്ടാക്കുന്ന അപകടം അതത്ര ചെറുതല്ല എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ച് പോകാം. ഞാൻ ഒരുപാട് ചാനലിൽ ഈ ഒരു വാർത്ത കണ്ടു. പക്ഷേ മനോരമ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ മാത്രം ഈ പെൺകുട്ടി എന്തോ ഓണാഘോഷത്തിന് പങ്കെടുക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനെ ഈ ബഷീറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി സമ്മതിച്ചില്ല. അതിൻ്റെ കാരണം കൊണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞു വെക്കുന്നു. അതുമാത്രമല്ല, ഓണം ആഘോഷിക്കാത്തതിൻ്റെ പേരിലാണ് പരസ്പരം തമ്മിലടി ഉണ്ടായതെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ള ആ ഒരു ആരോപണം കുടുംബക്കാർ പോലും പറഞ്ഞു വെക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. പോലീസിന്റെ ഭാഗത്തു നിന്നുമാണ് ആ വിവരം കിട്ടിയതെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ കൃത്യമായി നടക്കട്ടെ. ബഷീറുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എന്താണോ ശിക്ഷ, അതിന് കഠിനമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. യാതൊരു സംശയവും വേണ്ട. നമുക്ക് വെറും 21 വയസ്സ് മാത്രമാണ് പ്രായം. ഇനിയും ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ആ ഒരു പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ സ്വന്തം മാതാപിതാക്കൾ പോലും അറിയാതെ മറ്റൊരു ആൺ സുഹൃത്തുമായി പ്രണയത്തിലാവുന്നു, ആ വ്യക്തിയുമായി പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നു. അത്തരത്തിൽ അവസാനം ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവനാണ്. നോക്കൂ, നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ സുരക്ഷിതത്തിനു വേണ്ടി മാത്രമാണ് ഓരോ കാര്യങ്ങളും മാതാപിതാക്കൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. എത്ര സംഭവങ്ങൾ കൺമുന്നിലുണ്ടായി, അതൊന്നും കണ്ടിട്ടും കാണാത്ത മട്ടിൽ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. മാതാപിതാക്കളോടാണ്, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തിയേ മതിയാവൂ. ഇല്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. അതിൽ യാതൊരുവിധ സംശയം വേണ്ട. നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണുന്ന മക്കളാണവർ. വാരിക്കോരി സ്നേഹം കൊടുക്കാറുണ്ട്, സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. പക്ഷെ അതെല്ലാം കൊടുത്തിട്ട് അവസാനം അവർ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, അതൊരു മാതാപിതാക്കളെ സംബന്ധിച്ചും ഒരിക്കലും സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. വാരിക്കോരി സ്നേഹം കൊടുക്കാറുണ്ട്, ഒറ്റ മോളല്ലേ അല്ലെങ്കിൽ പെൺമക്കളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്, സ്നേഹം കൊടുക്കാറുണ്ട്. പക്ഷെ അവസാനം നിങ്ങൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ, നിങ്ങൾ അവരെ ജാഗ്രതയോടുകൂടി കണ്ടില്ല എങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അല്ലാഹു നമ്മുടെ പെൺമക്കളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ സ്വാലികത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ.